ഹായ് ഫ്രണ്ട്സ്, ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിലെ മുഗൾ ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. മുഗൾ രാജാക്കന്മാർ നിർമ്മിച്ച ഈ പൂന്തോട്ടമാണ് മുഗൾ ഗാർഡൻസ്. ബാഗ് ഇൻ നിഷാന്ത് എന്നും ഈ പൂന്തോട്ടത്തിനെ വിളിക്കുന്നു. ഈ പൂന്തോട്ടത്തിനുള്ളിൽ ചെറിയ ചെറിയ കുളങ്ങളും ജലധാരകളും കനാലുകളും എന്നിവയെല്ലാം നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മനോഹരമായ പൂന്തോട്ടമാണ്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ഒത്തിരി ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഈ മുഗൾ ഗാർഡനിൽ വന്നപ്പോൾ ഇവിടെ വളരെയധികം മൂകമായിരുന്നു, സൈലൻ്റായിരുന്നു. ടൂറിസ്റ്റുകൾ വളരെ കുറവായിരുന്നു. അന്ന് പേടിപ്പെടുത്തുന്നു എന്തോ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. ഇവിടെ കനത്ത പോലീസ് കാവലുണ്ട്, CRPF ജവാന്മാരുടെ കാവല്, ആയുധധാരികളായ ജവാന്മാർ ഈ ഗാർഡൻസിനുള്ളിലില്ല, പക്ഷേ ഇതിന് ചുറ്റും കനത്ത സുരക്ഷ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി കാശ്മീരി സുന്ദരികൾ ഇതെല്ലാം ആഘോഷിച്ച് ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം ആസ്വദിക്കുന്നു. ഇവിടെ നിന്ന് കാണുന്നതാണ് ദാൽ തടാകം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബർ തൻ്റെ പൂന്തോട്ടത്തെ ചാർബാഗ് എന്നാണ് വിളിച്ചിരുന്നത്. മുഗൾ രാജാവായ അക്ബർ ഡൽഹിയിലും ആഗ്രയിലും ഇതുപോലെ തന്നെ നിരവധി ഉദ്യാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അക്ബറിൻ്റെ മകൻ ജഹാംഗീർ ഷാലിമാർ പൂന്തോട്ടവും സ്ഥാപിച്ചിട്ടുണ്ട്. ജഹാംഗീറിൻ്റെ മകൻ ഷാജഹാൻ മുഗൾ പൂന്തോട്ടങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ പ്രിയതമയ്ക്കായി പണിത ശവകുടീരമായ താജ്മഹലിൻ്റെ മുന്നിലും വിശാലമായ പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുഗൾ രാജാക്കന്മാർ പൂന്തോട്ടങ്ങളുടെ ഒരു നിർമ്മാണത്തിൽ വൈദഗ്ധ്യം കാണിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ. മുഗൾ ചക്രവർത്തിമാർ പൂന്തോട്ടങ്ങളിലേക്ക് ഒഴുകുന്ന പ്രകൃതിയാൽ ഒഴുകുന്ന വെള്ളമുള്ള പർവ്വത ചെരിവുകൾ തിരഞ്ഞെടുത്ത് അതിലാണ് പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഈ നിഷാന്ത് ഗാർഡനിലും മലഞ്ചെരുവുകളിൽ നിന്ന് പ്രകൃതത്യ വരുന്ന ഒരു ശാൽ ഇവിടെയുണ്ട്. ഞാൻ വന്ന ഈ സമയം മൺസൂൺ കാലമാണ്, വസന്തകാലമല്ല. എന്നിരുന്നാലും കുറച്ചെല്ലാം പൂക്കളെല്ലാം ഉണ്ട്. അപ്പോൾ വസന്തകാലം വളരെയധികം മനോഹാരിതയുള്ള ഒരു ഗാർഡനാണ് ഈ ഗാർഡൻ. എന്നിരുന്നാലും നല്ല പുൽത്തകിടിയും കൊച്ചുകുട്ടികളും എല്ലാം ഓടിക്കളിച്ച് വളരെയധികം വ്യത്യസ്തമായി അവർ ഇവിടെ കളിച്ച് ഉല്ലസിച്ച് രസിച്ച് നടക്കുന്നു. ഈ ഗാർഡൻ ദാൽ തടാകത്തിൻ്റെ കിഴക്കൻ വശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗാർഡൻ കൂടിയാണ്. ഇത് 1633 മുഗൾ ചക്രവർത്തി നൂർജഹാൻ്റെ സഹോദരൻ ആസിഫ് ഖാൻ രൂപകൽപ്പന ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സന്തോഷത്തിൻ്റെ തോട്ടം എന്ന് അർത്ഥം വരുന്ന നിഷാദ് ബാഗ് എന്നാണ് ഇതിന് വിളിപ്പേരുമുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ ദാൽ തടാകത്തിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ സബർവാൻ പർവ്വതനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാൻ ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ ഈ ഗാർഡനുള്ളിൽ നമ്മൾ കാണുന്നത് പോലെ ചിന്നാർ മരങ്ങൾ ധാരാളം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ വളരെ പഴക്കം ചെന്ന ചിന്നാർ മരങ്ങളുമുണ്ട്. ചിന്നാർ മരങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം മഹാഗണി വളരുന്നത് പോലെ 10-30 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ്. ഈ ചിന്നാർ മരങ്ങൾ ശരത്കാലത്തിൽ അതിൻ്റെ ഇലകളെല്ലാം രക്തചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ കളറിലാവും. അത് വളരെയധികം മനോഹാരിതയാണ് കാണാൻ. ഈ ചിന്നാർ മരങ്ങൾ യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയിലും അതുപോലെ തന്നെ ഇറാനിലും ഇസ്രായേലിലും അവിടെ നിന്ന് ഹിമാലയൻ താഴ്വരയുമുണ്ട്. ഇതെല്ലാം തന്നെ കാശ്മീരി ഡ്രസ്സ് വാടകയ്ക്ക് കൊടുത്ത് ഇത് വാടകയ്ക്കെടുത്ത് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് ഫോട്ടോയ്ക്കൊക്കെ കാശ്മീരി സുന്ദരികളായും സുന്ദരന്മാരുമായുമെല്ലാം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇത്. ഇവിടെയും ഇതൊരു ചെറിയ ഉപജീവന മാർഗമായി ആൾക്കാർ കൊണ്ടു നടക്കുന്നു. അതിലെ തന്നെ ചെറിയ ചെറിയ
കടകളുമുണ്ട്. ഇന്ന് ഞായറാഴ്ചയായ കാരണം ടൂറിസ്റ്റുകൾ ധാരാളമുണ്ട്. നല്ല മനോഹരമായ പൂച്ചെടികളും നല്ല പച്ചപ്പ് വിരിച്ച നല്ല പ്രതലവുമായി ഇതിനടുത്ത് കാണുന്ന കുട്ടികളെല്ലാം കുളിക്കുന്ന ഈ വെള്ളം വരുന്ന ചെറിയ കനാൽ ഏറ്റവും മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ മല അടിവാരത്തിൽ നിന്ന് വരുന്ന നാച്ചുറലായുള്ള വെള്ളമാണ്. പണ്ടുകാലങ്ങളിലെല്ലാം ഈ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ മർദ്ദത്തിന് വ്യത്യാസമനുസരിച്ച് ഈ ഫൗണ്ടനുകളെല്ലാം വർക്ക് ചെയ്തിരുന്നു എന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചത്. കൊച്ചുകുട്ടികളെല്ലാം അതിൽ നീന്തി തുടിക്കുന്നുണ്ട്. വലിയവർ അവർക്ക് കാവലായി നിൽക്കുന്നു, അവരെ കളിപ്പിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ശ്രീനഗർ ഇപ്പോൾ ഒരു അനക്കം വന്നിട്ടുണ്ട്. എല്ലാവരും അതിൽ മുങ്ങിത്തുടിക്കുന്നു, കൊച്ചുകുട്ടികളെല്ലാം തന്നെ. ഈ കാഴ്ചകളും കണ്ട് ഇതിലൂടെയെല്ലാം നമ്മുടെ ക്യാമറയുമായി നടക്കുമ്പോൾ ചെറിയ കുട്ടികൾ പന്ത് കളിക്കുന്നു. അതുപോലെ തന്നെ വലിയ ആൾക്കാർ കുടുംബവുമായി വന്ന് അവരുടെ ഫ്രണ്ട്സും തമ്മിൽ തുറ പറഞ്ഞിരിക്കുന്നു. ഒത്തിരി പേർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ പുഷ്പങ്ങളുമെല്ലാം ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഇന്ന് ഈ ഞായർ ഇവിടെ കണ്ണിനും കരളിനുമെല്ലാം കുളിർമ നൽകുന്ന ഒരു ഏരിയയാണ് ഈ മുഗൾ ഗാർഡൻ. ഒത്തിരി റോസാ പുഷ്പങ്ങളെല്ലാം ഉണ്ട്. ഇതിലൂടെ സഞ്ചരിച്ച് എല്ലാ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് ഈ കാണുന്നതെല്ലാം ചെറിയ ചിന്നാർ മരങ്ങളും പുറകോട്ടിലോട്ട് പോയാൽ വലിയ ചിന്നാർ മരങ്ങളും ധാരാളമുണ്ട്. ഇന്ന് നല്ല വെയിലാണ്. ഈ ചിന്നാർ മരം വളരെയധികം പഴക്കം ചെന്നതാണ് എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ക്യാമറ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ വർഷം എത്രയാണ് എന്ന് സൂക്ഷിച്ച് നോക്കാം. 375 വർഷം പഴക്കം ചെന്നതാണ് എന്നാണ് അറിയപ്പെടുന്നത്. 160 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം പഴക്കം ചെന്ന ചിന്നാർ മരങ്ങളുടെ ശേഖരവുമുള്ള ഒരു ഗാർഡൻ കൂടിയാണിത്. ഇതിന് താഴ്ത്തായും ഒത്തിരി പേർ വിശ്രമിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കാശ്മീരൻ താഴ്വരയിലുള്ള ഈ ശ്രീനഗറിൽ വന്നാൽ ഒഴിവാക്കാനാവാതെ കാണാവുന്ന ഒരു ഗാർഡനാണ് മുഗൾ ഗാർഡൻ. അതുപോലെ തന്നെ ഡാൽ ലേക്കിലുള്ള ഒരു ശിക്കാരയെടുത്ത് അതിലൊരു സഞ്ചാരവും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അതും ഒഴിവാക്കാൻ പാടില്ല. ഇവിടെയെല്ലാം ധാരാളം ഹോട്ടലുകളുണ്ട്, വില കുറവിലുള്ള ഹോട്ടലുകളുണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിലും ടൂറിസ്റ്റ് സീസൺ ആയാൽ ചിലപ്പോൾ ഷോട്ട് വരും. എന്നിരുന്നാലും ഈ ഡാൽ ലേക്കിന് ചുറ്റുമല്ലാതെ ഒരു 5-10 കിലോമീറ്റർ മാറിയാൽ ടൂറിസ്റ്റ് സീസണിലും നമുക്ക് റൂമെല്ലാം ഇഷ്ടംപോലെ കിട്ടാവുന്ന ഒരു ഇടം കൂടിയാണ്. ധാരാളം ഹോട്ടലുകളും ലോഡ്ജുകളുമെല്ലാം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പരിസരം. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ റൂം ബുക്ക് ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിലും ഇഷ്ടംപോലെ റൂമുകൾ കിട്ടും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. ഞാൻ വന്ന ഈ സമയം ഓഫ് സീസണായ കാരണം വളരെ വലിയ റൂമും ഒക്കെ ആയിട്ട് പോലും വളരെ ചാർജ് കുറവാണ് എനിക്ക് കിട്ടിയത്. മുഗൾ രാജാക്കന്മാരുടെ പേർഷ്യൻ രീതിയിലുള്ള കൊത്തുപണികളും അലങ്കാരങ്ങളുമെല്ലാം ആയ 5-8 സ്റ്റെപ്പ് ബേസിലാണ് ഈ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പും ഇതുപോലെയുള്ള കയറി അടുത്ത ഒരു ഏരിയയിൽ വരുമ്പോൾ അവിടെയും പരന്ന പ്രദേശവുമായി അവിടെയും ഗാർഡൻ നിലനിൽക്കുന്നു. അങ്ങനെ കുറച്ചധികം ഭൂമികളെ
തട്ടാക്കി തരംതിരിച്ച് അതിന് അതുപോലെ തന്നെ ഒരു മതിലെല്ലാം കെട്ടി ഇങ്ങനെ പണിതിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. ഇവിടെ ധാരാളം ആൾക്കാർ വലിയവർ കളിക്കുന്നു. ധാരാളം ചിന്നാർ മരങ്ങളുണ്ട്. ഇതിൻ്റെ അറ്റത്തു നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട കനാലിലേക്കുള്ള വെള്ളം വരുന്ന പ്രദേശം. ഇതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങേയറ്റത്ത് കുറച്ച് ചെറുപ്പക്കാർ കൂടിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഞാൻ പോവുകയാണ്. എന്താണെന്നറിയാൻ ഇതൊരു ചെറിയ റോസ് ഗാർഡനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കൊരു വസന്തകാലം ആയിട്ടില്ല. എന്നാൽ വളരെയധികം പൂക്കൾ ഇവിടെ ഉണ്ടായേനെ. ഇത് ഈ മൺസൂൺ സീസണായ കാരണം കുറച്ച് കുറവുണ്ട് പൂക്കളുടെ. ടൂറിസ്റ്റുകളും നല്ല കാശ്മീരി സുന്ദരികളും സുന്ദരന്മാരെല്ലാം ഇതിലെ ഒത്തിരി പേർ അതിലെയും ഇതിലെയുടെയൊക്കെ നടക്കുന്നുണ്ട്. അവരെയെല്ലാം കണ്ട് എന്നോട് ഈ സഹോദരി വന്ന് ഒരു ഫോട്ടോ എടുത്തു തരാൻ ആവശ്യപ്പെട്ടു. മുഗൾ ഗാർഡനിൽ കുറച്ച് പിള്ളേർ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ആയിട്ട് കണ്ട ആ പാട്ട് പാടുന്നുണ്ട്. ചെറുപ്പക്കാരുടെ ഒരു സംഗീത വിരുന്നാണ്. सुनो मुझे प्यार हुआ था, इकरार हुआ था, मुझे प्यार हुआ था, Makać się było za nim sam. Albo z nosem tam.